വേര ക്രോട്സോവ എന്ന പെൺകുട്ടിക്ക് തായ്ലാൻഡിൽ മോഡലായി ജോലി ചെയ്യാൻ ഒരിക്കലും നിരസിക്കാനാകാത്ത ഒരു ഓഫർ ലഭിച്ചു. 2025 സെപ്റ്റംബർ മാസം 12-ന് തൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നിനെ സാക്ഷാത്കരിക്കുന്ന സന്തോഷത്തോടെ ആവേശത്തോടുകൂടി അവൾ തായ്ലാൻഡിലേക്ക് വിമാനം കയറി. എന്നാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവളുടെ ശരീരം മറ്റൊരു രാജ്യത്ത് അവയവങ്ങളില്ലാത്ത നിലയിൽ കണ്ടെടുത്തു. ഈ കേസ് നമുക്കെല്ലാം ഒരു മുന്നറിയിപ്പാണ്. അത്യന്തം നല്ലതായി തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ അപകടകരമായ എന്തെങ്കിലും ഒരു കുടുക്കുണ്ടാകാം. വേര ക്രോട്സോവ 1998 ഡിസംബർ മാസം 31-ന് മിൻസ്ക് എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ഏകദേശം 20 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം. കിഴക്കൻ യൂറോപ്പിലെ ബെലറസ് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. അവൾ വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അച്ഛനായ സെർഗെ, അമ്മയായ ഒൾഗ. ഇവർക്ക് ക്രോട്സോവ ഏക മകളായിരുന്നു. മറ്റു മക്കളൊന്നും ഇല്ലാത്തതിനാൽ വേദ ഒറ്റയ്ക്കായിരുന്നു വളർന്നത്. ചെറുപ്പം മുതൽ തന്നെ ചിത്രകല, സംഗീതം, നൃത്തം തുടങ്ങിയ കലകളിൽ വേരയ്ക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഇത് ശ്രദ്ധിച്ച അവളുടെ മാതാപിതാക്കൾ അവളുടെ കഴിവ് വളരാൻ വീടിന് സമീപം തന്നെയുള്ള ഒരു മ്യൂസിക് സ്കൂളിൽ അവളെ ചേർത്തു. അവിടെ ഡാൻസ്, പാട്ട് കൂടാതെ നിരവധി വാദ്യോപകരണങ്ങൾ വായിക്കാൻ തുടങ്ങി. ആ പ്രായത്തിൽ തന്നെ അവളുടെ കഴിവ് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. മറ്റു കുട്ടികൾ വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടൊക്കെ വന്ന് തെരുവുകളിൽ കളിക്കുമ്പോൾ വേദ മ്യൂസിക് ക്ലാസ്സിനായിരുന്നു പോയിരുന്നത്. മ്യൂസിക് പഠിച്ച് അത് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിക്കായി, ആ നാളുകൾക്കായി അവൾ സ്വപ്നം കാണുകയായിരുന്നു. കൗമാരകാലത്ത് അവൾ പഠനത്തോടൊപ്പം തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈമായി ജോലി ചെയ്തു. വീട്ടിലെ ചില ചിലവുകൾക്കായി അവളുടെ ശമ്പളത്തിൽ നിന്നും അമ്മയ്ക്ക് പതിവായി ഒരു ഭാഗം നൽകുകയും ചെയ്തു. ഹൈസ്കൂൾ കഴിഞ്ഞ സമയത്ത് അവളുടെ ജീവിത പാത തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിരുന്നു വേറെ എടുത്തത്. യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതിന് പകരം ലോകം കാണാനാണ് അവൾ ആഗ്രഹിച്ചത്. സ്വന്തം രീതിയിൽ ജീവിക്കുകയും അനുഭവങ്ങൾ സമ്പാദിക്കുകയും ചെയ്യണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾ ഏഷ്യൻ രാജ്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. 2018 അവളുടെ 19-ാം വയസ്സിൽ വേര ബെലറസ് വിട്ട് ചൈനയിലേക്ക് പോയി. ചൈനയ്ക്ക് പുറമെ സിംഗപ്പൂർ, വിയറ്റ്നാം പോലുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും അവൾ സന്ദർശിച്ചു. ചൈനയിലേക്ക് പോകുന്നതിന് മുൻപ് 2017 വേര മിൻസ്കിലെ തന്നെ ഒരു നൈറ്റ് ക്ലബിൽ നടന്ന ദ വോയിസ് എന്ന അന്തർദേശീയ ഷോയുടെ അതേ മാതൃകയിൽ സംഘടിപ്പിച്ച ഒരു പ്രാദേശിക ടാലന്റ് ഷോയിൽ പങ്കെടുത്തു. പിന്നീട് ചില മാധ്യമങ്ങൾ ഇതിനെ തെറ്റായി റിപ്പോർട്ട് ചെയ്തു. അവൾ ആ ഒഫീഷ്യലായിട്ടുള്ള ദ വോയിസ് എന്ന ഷോയിലാണ് പങ്കെടുത്തത് എന്നും പറഞ്ഞു. സത്യത്തിൽ ബെലറസിൽ ദ വോയിസ് എന്ന ഷോ നിലനിന്നിരുന്നില്ല. വേര ക്രോട്സോവ ഒരിക്കലും ഇങ്ങനെ ഒരു വോയിസ് ഷോയുടെ ഭാഗമായിട്ടില്ലായിരുന്നു. ചൈനയിലും മറ്റും അവൾ സന്ദർശിച്ച രാജ്യങ്ങളിലും വേര വിവിധ മേഖലകളിൽ ജോലി ചെയ്തു. എന്നാൽ അവളെ കൂടുതൽ ശ്രദ്ധേയമാക്കിയത് സംഗീത സംബന്ധമായ കഴിവുകളാണ്. അവൾ സന്ദർശിച്ച ഏഷ്യൻ നഗരങ്ങളിലെ ചെറിയ ചെറിയ ബാറുകളിലും നൈറ്റ് ക്ലബ്ബുകളിലും അവൾ പാടിക്കൊണ്ടിരുന്നു. അവളുടെ പാട്ട് ആസ്വദിച്ച് നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. കൂടാതെ അനുവാദമുള്ള സ്ഥലങ്ങളിൽ അവൾക്ക് നല്ല ടിപ്പുകളും ലഭിച്ചിരുന്നു. അതോടൊപ്പം ചെറിയ തോതിൽ മോഡലിംഗ് ജോലികളും ചെയ്തു. വലുതായൊന്നുമല്ലെങ്കിലും അവൾക്ക് ചെറിയൊരു വരുമാനം നൽകുന്ന ജോലി തന്നെയായിരുന്നു അത്. അവളുടെ വീട് 1000 കിലോമീറ്റർ അകലെയായിരുന്നുവെങ്കിലും വേറെ ദിവസവും മാതാപിതാക്കളുമായി സംസാരിക്കാറുണ്ടായിരുന്നു. വേരയ്ക്ക് 2 വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ലോകം കാണുക, പ്രശസ്ത ഗായകിയാകുക. ഇതിനെല്ലാം പൂർണ്ണ പിന്തുണ നൽകാൻ അവളുടെ മാതാപിതാക്കൾ എപ്പോഴും തയ്യാറായിരുന്നു. അതുതന്നെയാണ് വേരയ്ക്കും ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സഹായിച്ച പ്രധാനപ്പെട്ട കാരണവും. 2025 സെപ്റ്റംബർ മാസത്തിൽ അവൾക്ക് 26 വയസ്സ്. ആ സമയം സാമ്പത്തികമായി വേറെ വലിയ പ്രശ്നങ്ങൾ നേരിടുകയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും എങ്ങനെയെങ്കിലും കരകയറണം, കരിയറിൽ മുന്നോട്ട് പോകാനും സഹായിക്കുന്ന എന്തെങ്കിലും ഒരു അവസരം അവൾ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഒരു പൂർണ്ണതയുള്ളതുപോലെ തോന്നിക്കുന്ന ഒരു ഓഫർ അവൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ എത്തിയത്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ടെലഗ്രാം, അതുവഴിയാണ് അവൾക്ക് ഓഫർ ലഭിച്ചത്. ടെലഗ്രാം ഇതിനെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കുറ്റകൃത്യ സംഘങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടെലഗ്രാം. നിങ്ങളും ഇത് ശ്രദ്ധിക്കുക. ബാങ്കോക്കിൽ പാർട്ട് ടൈം മോഡലിംഗ് ജോലി, പ്രതിമാസം $3000 മുതൽ $5000 വരെ ശമ്പളം. ഈ ഓഫർ കാണുമ്പോൾ തന്നെ അതീവ ആകർഷകമായിരുന്നു. അവൾ ഓഫർ ലെറ്റർ വായിച്ചു. തായ്ലാൻഡ്, തീര സൗന്ദര്യം, ബൗദ്ധക്ഷേത്രങ്ങളും ഫാഷൻ ടൂറിസം വ്യവസായം കൊണ്ട് പ്രശസ്തമായൊരു രാജ്യം. അന്തർദേശീയ കരിയറിന് സ്വപ്നം കാണുന്ന ഒരു യുവതിക്ക് തേടിയെത്തുന്ന സുവർണ അവസരമായിരുന്നു അത്. ആ ഒരു ഓഫർ ലെറ്ററിൽ തന്നെ ഫോട്ടോഷൂട്ടുകളും മോഡലിംഗ് കരാറുകളും എല്ലാം ഉണ്ടായിരുന്നു. വേറെയുടെ ആഗ്രഹങ്ങളോടൊത്തതുപോലെ വളരെ സന്തോഷത്തോടു കൂടി വേറെ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും ചെയ്തിരുന്നു. അവളുടെ കുടുംബം പറയുന്നതനുസരിച്ച്
തായ്ലാൻഡിലേക്ക് പോകാൻ അവൾ അത്യന്തം ആവേശത്തോടു കൂടി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അവൾ മാരകമായ ഒരു കുടുക്കിലേക്കാണ് നടന്നു നീങ്ങുന്നത് എന്ന് അപ്പോൾ വേരയ്ക്ക് അറിയില്ലായിരുന്നു. 2025 സെപ്റ്റംബർ മാസം 12 വേര ബാങ്കോക്കിലേക്ക് പോകാൻ വിമാനം കയറി. അവൾ ആ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. തായ് ഇമിഗ്രേഷൻ രേഖകൾ പ്രകാരം അവൾ യാതൊരു പ്രശ്നവും ഇല്ലാതെ ഓട്ടോമാറ്റിക് പാസ്പോർട്ട് നിയന്ത്രണങ്ങളെല്ലാം കഴിഞ്ഞു. സർവൈലൻസ് ഫുട്ടേജിൽ കാണിക്കുന്നതനുസരിച്ച് ബലപ്രയോഗങ്ങളോ ഒന്നും കാണപ്പെട്ടില്ല. തായ്ലാൻഡിൽ എത്തിയ ശേഷം വേദ തുടക്കത്തിൽ അവളുടെ അച്ഛനെയും അമ്മയും വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒക്ടോബർ 4 ശേഷം അവളുടെ മെസ്സേജസ്, കോൾസ് എല്ലാം പൂർണ്ണമായി നിന്നു. അച്ഛനും അമ്മയും ആവർത്തിച്ച് വിളിച്ചുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ അവൾ തിരക്കിലായിരിക്കാം, ജോലിയിൽ കയറിയിട്ടുണ്ടാകാം എന്നൊക്കെ ആദ്യം വിചാരിച്ച് സമാധാനിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം കൂടി വന്നു. തുടർന്ന് ഒക്ടോബർ മാസം 9 വേരയുടെ അമ്മ അവളെ കാണാനില്ല എന്ന് പോലീസിൽ ചെന്നൊരു കംപ്ലൈന്റ് കൊടുത്തു. വിയറ്റ്നാമിലുള്ള ബെലറസ് എംബസിയെ ബന്ധപ്പെട്ടു. മ്യാൻമറിലെയും ബാങ്കോക്കിലെയും യാങ്കൂണിലെയും കോൺസുലേറ്റുകളെ എല്ലാം ഇത് അറിയിച്ചു. എംബസി ഉടൻ തന്നെ മ്യാൻമറിലെയും തായ്ലാൻഡിലെയും എംബസികളെ ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ തുടങ്ങി. ബെലറസ് അംബാസിഡർ പറഞ്ഞത് വേര സെപ്റ്റംബർ മാസം 20 ബാങ്കോക്കിൽ നിന്നും മ്യാൻമറിലേക്ക് പോയി എന്നാണ്. പക്ഷെ അവൾ എവിടെയാണ്, അവളുടെ സ്ഥിതിഗതികൾ എന്താണ്, ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഇനി തായ് അധികൃതർ പറഞ്ഞത് തായ്ലാൻഡിൽ വെച്ച് അവളെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തു എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ല എന്നാണ്. പക്ഷേ മറ്റു ചില ഉറവിടങ്ങൾ ഇതിന് വിപരീതമായിട്ടായിരുന്നു റിപ്പോർട്ട് കൊടുത്തത്. യാഥാർത്ഥ്യം എന്തെന്നാൽ തായ്ലാൻഡിലെത്തിയ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ മോഡലിംഗ് റിക്രൂട്ടറായി നടിച്ചിരുന്ന ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. അപ്പോഴാണ് വേരയ്ക്ക് താൻ കുടുക്കിലായി എന്നുള്ള സത്യം മനസ്സിലായത്. അവർ വേരയുടെ എല്ലാ രേഖകളും വസ്തുക്കളും എല്ലാം പിടിച്ചെടുത്തു. പിന്നീട് അവളെ ബലമായി മ്യാൻമറിലേക്ക് കൊണ്ടുപോയി. തായ്ലാൻഡിന്റെ അതിർത്തിയിലുള്ള മ്യാൻമർ, ഇത് മനുഷ്യക്കടത്ത്, പീഡനം, അടിമവേല ഇവയ്ക്കൊക്കെ ദുർനാമം നേടിയ ഒരു രാജ്യമായിരുന്നു. അവിടെ വേറെയെ കൂട്ടിക്കൊണ്ടുപോയവർ അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു. അതിനുശേഷം അവളെ ഒരു രഹസ്യ കോൾ സെന്ററിൽ ജോലി ചെയ്യാൻ നിർബന്ധിപ്പിച്ചു. ഇത്തരം രഹസ്യ കോൾ സെന്ററുകൾക്ക് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. എപ്പോഴും ആയുധമേന്തി നിൽക്കുന്ന കാവൽക്കാരും മുള്ളുവേലികളും വളരെ ഉയർന്ന ചുമരുകളും. ഒരാൾക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. ഇവിടങ്ങളിൽ പലതും ചൈനീസ് ഗ്യാങ്ങുകളും പ്രാദേശിക മിലീഷ്യകളും ചേർന്നാണ് നടത്തുന്നത്. കടകളും സ്പാകളും ഒക്കെയായി സൗകര്യമുള്ളതുപോലെ തോന്നുമെങ്കിലും ഇവ യഥാർത്ഥത്തിൽ മറവിലുള്ള തടവറകളാണ്. UN മനുഷ്യാവകാശ കമ്മീഷന്റെ 2025 ഫെബ്രുവരി മാസത്തെ റിപ്പോർട്ട് അനുസരിച്ച് മ്യാൻമറിൽ 21 രാജ്യങ്ങളിൽ നിന്നുള്ള 1,20,000 ആളുകളാണ് അടിമകളായി കഴിയുന്നത്. ഇവരെല്ലാം സൈബർ തട്ടിപ്പുകൾക്കും ബലപ്രയോഗ വേശ്യാവൃത്തി, അത്യാവശ്യ സമയങ്ങളിൽ അവയവ വ്യാപാരത്തിനും വരെ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ വേരയെ കൊണ്ടുപോയവരും വേരയുടെ വ്യാജ ഡേറ്റിംഗ് പ്രൊഫൈലുകൾ സൃഷ്ടിച്ചു. സമ്പന്നരായ പുരുഷന്മാരെ വലയിലാക്കുന്ന റൊമാൻസ് സ്കാം നടത്താനായി. ഇങ്ങനെ അവളെ വെച്ച് ചെയ്യാൻ കഴിയുന്നതെല്ലാം അവർ ചെയ്തു. വേര ഒരു ദിവസം 16 മണിക്കൂറോളം വിശ്രമമില്ലാതെ പണിയെടുത്തു. സ്വന്തം സാധനങ്ങളിലേക്കോ പുറത്തുള്ള ലോകം ഇവിടങ്ങളിലൊന്നും അവർക്ക് പ്രവേശനമേ ഇല്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിച്ചാൽ പിന്നെ മർദ്ദനം, ബലപ്രയോഗ വേശ്യാവൃത്തി, മരണ ഭീഷണി വരെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കെയാണ് 2025 ഒക്ടോബർ മാസം 23 ഏകദേശം 700ഓളം പേർ ഈ കോൾ സെന്ററിൽ നിന്നും രക്ഷപ്പെട്ട് തായ്ലാൻഡിലേക്ക് പോയി. മ്യാൻമാറിൽ ഇടയ്ക്ക് ചില സൈനിക പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ രക്ഷപ്പെടൽ നടന്നത്. ഇത്രയും പേർ രക്ഷപ്പെട്ടു പോയപ്പോൾ ഈ കുറ്റവാളികൾക്ക് ആഴ്ചകളോളം പിന്നെ ലാഭമൊന്നും നേടാൻ കഴിഞ്ഞില്ല. ആ സമയം അവർക്ക് വേറെയെ ഉപയോഗശൂന്യമായി തോന്നി. അവളെ പിന്നീട് അവയവ കച്ചവടം നടത്തുന്ന മറ്റൊരു ക്രിമിനൽ സംഘത്തിന് വിറ്റു. തുടർന്ന് വേരയുടെ ശരീരത്തിലെ ഭൂരിഭാഗം അവയവങ്ങളും ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ എടുത്തു. ശേഷം അവളുടെ ശരീരം കാടിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. ശരീരം ഏകദേശം ശൂന്യമാക്കിയ നിലയിലായിരുന്നു. പിന്നീടായിരുന്നു ആ പ്രദേശവാസികൾ മൃതദേഹം കണ്ടെത്തിയത്. അധികാരികളെ വിവരം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനൊക്കെ മുൻപ് തന്നെ വേരയെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ അവളുടെ കുടുംബത്തിന് ക്രിമിനൽ സംഘത്തിൽ നിന്നും ഫോൺ കോൾ ലഭിച്ചു. $5 ലക്ഷം ആയിരുന്നു ആവശ്യപ്പെട്ടത്. കുടുംബം ഇത് കേട്ട് തകർന്നുപോയി. കാരണം അതുവരെയും അവർക്ക് വേരയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ യാതൊരു ധാരണയുമില്ലായിരുന്നു. അതിലേറെ ദുഃഖകരമായ കാര്യം, അവർക്ക് ആ തുക നൽകാനും ആയില്ല. എങ്ങനെയെങ്കിലും മകളെ തിരികെ നൽകാൻ ആ മാതാപിതാക്കൾ കുറ്റവാളികളോട് അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴായിരുന്നു അവർക്ക് ആ ഞെട്ടിപ്പിക്കുന്ന ഒരു മെസ്സേജ് വന്നത്. വേരയെ ഒരു അവയവ വ്യാപാര ശൃംഖലയ്ക്ക് വിറ്റു. അവളുടെ അവയവങ്ങൾ നീക്കം ചെയ്തു. അവളുടെ ശരീരം ദഹിപ്പിച്ചു എന്നൊക്കെയായിരുന്നു മെസ്സേജ് വന്നത്. എന്നാൽ 2025 ഒക്ടോബർ 16 മ്യാൻമറിൽ നിന്നും പുറത്തു വന്ന ഒരു രേഖയിൽ പറയുന്നത്
വേര ഫ്ലൂ എന്ന ഗ്രാമത്തിൽ ഹൃദയാഘാതം മൂലം മരിച്ചുവെന്ന്, അവിടെ തന്നെ അവളെ ദഹിപ്പിച്ചുവെന്നുമാണ് അവർ പറയുന്നത്. പക്ഷേ അന്വേഷണങ്ങളിലൂടെയും ഈ ലഭിച്ച മെസ്സേജസ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത് വേരയുടെ മരണം തീർച്ചയായും ക്രിമിനൽ സംഘവുമായി ബന്ധമുള്ളതാണ്. അവളുടെ അവയവങ്ങൾ ബ്ലാക്ക് മാർക്കറ്റിൽ എടുത്തതിന്റെ തെളിവുകളും ഉണ്ട്. സത്യത്തിൽ മ്യാൻമറിൽ ആ സമയം ആഭ്യന്തര യുദ്ധം, ഭരണകൂട തകർച്ച, കലാപങ്ങൾ എന്നിവയെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഈ കേസ് മറച്ചു വെക്കാനുള്ളൊരു ശ്രമമായിട്ടായിരുന്നു അധികാരികൾ ഇങ്ങനെയൊരു കഥ മെനഞ്ഞെടുത്തത്. പക്ഷേ വേരയുടെ ചാരം എവിടെയാണെന്ന് പോലും ആ കുടുംബത്തിന് അറിയില്ല. അവളുടെ ശരീരം ദഹിപ്പിച്ചു എന്നൊക്കെ അധികാരികൾ പറയുന്നു, എന്നാൽ അതിൽ പോലും ഒരു ഉറപ്പില്ല. കുറഞ്ഞത് അവളുടെ ചാരമെങ്കിലും ബലറസിലേക്ക് കൊണ്ടുവന്ന് ഒരു സ്മരണയ്ക്കായി സൂക്ഷിക്കാനെങ്കിലും അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മ്യാൻമർ അധികാരികളിൽ നിന്ന് വരുന്ന ഈ പരസ്പര വിരുദ്ധമായ വിവരങ്ങളുടെ കാരണത്താൽ ഈ കേസ് അന്വേഷിക്കുന്നത് ഏകദേശം ഒരു അസാധ്യമായ അവസ്ഥയായി. പ്രത്യേകിച്ച് ഈ മിലീഷ്യകളും ഗ്യാങ്ങുകളും നിയന്ത്രിക്കുന്ന അങ്ങനെ ഒരു മേഖല ആയതുകൊണ്ട് തന്നെ അവസാനം എല്ലാം നഷ്ടമായി നിൽക്കുന്നത്, ഉണ്ടായിരുന്ന ഒറ്റ മകളെ നഷ്ടമായി നിൽക്കുന്നത് അവളുടെ മാതാപിതാക്കൾ. അവൾക്ക് സത്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അവളുടെ കുടുംബത്തിന് ഇന്നും അറിയില്ല. അവൾ ജീവനോടെ ഉണ്ടോ, മരിച്ചോ, അവളുടെ ചാരം എവിടെയാണ്? എല്ലാം വെറും ഇരുട്ട് മാത്രം. വേരയുടെ കുടുംബം ഇന്നുവരെയും ഒരിക്കലും തീരാത്ത വേദനയിലും ആശങ്കയിലും ജീവിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഒരുപാട് നല്ലതായി തോന്നുന്ന അവസരങ്ങൾക്ക് പിന്നിൽ ഭീഷണികൾ മറഞ്ഞിരിക്കാം. ജീവിതം മാറ്റിമറിക്കും എന്നൊക്കെ പറയുന്ന ഒരു സ്വപ്ന ഓഫർ ഒരു നിമിഷം കൊണ്ട് തന്നെ മരണക്കുഴിയായി മാറിയേക്കാം. സുരക്ഷയ്ക്കും ജാഗ്രതയ്ക്കും ഒക്കെ പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. ഇങ്ങനെയുള്ള ഈ അപരിചിതരിൽ നിന്നുള്ള ജോലി ഓഫറുകളും വിദേശ അവസരങ്ങളും ഒക്കെ സ്വീകരിക്കുമ്പോൾ തെളിവുകളും രേഖകളും ഈ ഉറവിടവും ഒക്കെ വീണ്ടും വീണ്ടും പരിശോധിക്കുക. ഏറ്റവും പ്രധാനമായി നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ അയച്ച് കാര്യങ്ങൾ തിരയുമ്പോൾ നമ്മുടെ സുരക്ഷയ്ക്ക് മറ്റാരും ഉറപ്പ് നൽകാനാകില്ല. കാരണം അക്കാര്യം ആർക്കും അറിയില്ലല്ലോ. വേരയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ആകർഷകമായ ഓഫറുകൾ എല്ലായ്പ്പോഴും അങ്ങനെ സത്യമാകണമെന്നൊന്നുമില്ല. അന്യ രാജ്യങ്ങളിലെ അന്യ ആളുകളെ വിശ്വസിക്കുന്നത് തീർച്ചയായും അപകടകരമാണ്. മനുഷ്യക്കടത്ത്, ചതി, കുപ്രതിഷ്ഠിത തൊഴിലവസരങ്ങൾ, ഓൾ ആർ റിയൽ ത്രെറ്റ്സ്. നിങ്ങളുടെ യാത്രകൾ, ജോലി ഓഫറുകൾ ഇവയെല്ലാം കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒക്കെ പങ്കിടുക. എല്ലാം തുറന്ന് പറയുന്നതാണ് അത്യാവശ്യമായ ഒരു കാര്യം. ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഒന്നോ രണ്ടോ എത്രയോ ആയിക്കോട്ടെ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയിക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിനായി നിങ്ങൾ ഏത് വിലയാണ് നൽകേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് അതിലും പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ തീർച്ചയായിട്ടും പറയുക. ഇങ്ങനെയുള്ള തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കേസുകളെ കുറിച്ച് നമുക്ക് ഇനിയും സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെയും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിയുമെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ്. നമ്മുടെ വീഡിയോസ് മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ അതൊരു സഹായമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.